രാജ്യത്തെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയും യുവാക്കളെയും വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വൻ പരീക്ഷാ ക്രമക്കേട് കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചകളുടെ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. ഈ നാട്ടിലെ യുവാക്കളെല്ലാം പെട്ടെന്ന് മറന്നുകളയും എന്നാണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അവർക്ക് തെറ്റി. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുകളെല്ലാം ചൊല്ലി രാജ്യവ്യാപകമായിട്ട് കനത്ത പ്രതിഷേധങ്ങൾ പുകയുന്നതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു അത്യന്തം ഗുരുതരമായ ക്രമക്കേട് കൂടി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. രാജ്യം വീണ്ടും ഒരു വലിയ പരീക്ഷാ തട്ടിപ്പിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത്തവണ UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നിരിക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വന്നത്. കഴിഞ്ഞ ജൂൺ 30 നടന്ന സോഷ്യോളജി പരീക്ഷയുടെ ചോദ്യപേപ്പർ പൂർണ്ണമായിട്ടും ചോർന്നതായും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് വിറ്റഴിച്ചത് എന്നും രാഹുൽ ഗാന്ധി വ്യക്തമായ തെളിവുകളോടെ ആരോപിക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല, കൃത്യമായി പറഞ്ഞാൽ 2.25 ലക്ഷം രൂപയ്ക്കാണ് ഈ ചോദ്യപേപ്പറുകൾ ലേലം വിളിച്ച് വിറ്റഴിച്ചിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനും പരീക്ഷാ തട്ടിപ്പ് ഏജൻസിയായ NTA-ക്കുമെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ പ്രകടിപ്പിച്ചതാണ്. സോഷ്യോളജി പരീക്ഷയിലെ ചോദ്യങ്ങളിൽ വ്യാപകമായ അക്ഷരതെറ്റുകളും വ്യാകരണ പിശകുകളും ഉണ്ടായിരുന്നതായിട്ടും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വൻ സ്ഫോടകാത്മക വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. നേരത്തെ നീറ്റ് പരീക്ഷ വിവാദം കത്തിപ്പടർന്നപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റുവാൻ പോലും കേന്ദ്ര സർക്കാർ ആലോചിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ചെയ്താൽ യുവാക്കളുടെ പ്രതിഷേധം അലിഞ്ഞു പോയിക്കൊള്ളുമെന്ന് NDA സർക്കാർ വിശ്വസിച്ചിരുന്നിടത്താണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രണ്ടാമത്തെ ബോംബ് ഇട്ടിരിക്കുന്നത്. UGC നെറ്റ് പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് 100 പേജുള്ള ഒരു രഹസ്യ PDF ഫയൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട NTA-യുടെ പക്കൽ മാത്രമുണ്ടാകേണ്ട അതീവ രഹസ്യ രേഖയായിരുന്നു ഇത്. ഈ PDF-ലെ ഏകദേശം 90 ചോദ്യങ്ങൾ, അതേ 90ഓളം ചോദ്യങ്ങൾ യഥാർത്ഥ സോഷ്യോളജി ചോദ്യപേപ്പറുമായി കൃത്യമായി ഒത്തുപോകുന്നു. ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ ചോദ്യപേപ്പർ 2.25 ലക്ഷം രൂപയ്ക്ക് വിറ്റഴിച്ചത്. ഇത് മാത്രമല്ല, CSIR നെറ്റ്, HTET, ADA തുടങ്ങിയ പ്രമുഖ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളും ചോർന്നതിന് പിന്നിലും ഇതേ മാഫിയ തന്നെയാണെന്ന് പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്വന്തം ഭാവി സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് ഈ സർക്കാർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. പ്രമുഖ മാധ്യമമായ ദൈനിക് ഭാസ്കർ പുറത്തുവിട്ട റിപ്പോർട്ടും ഇതിന് അടിവരയിടുന്നതാണ്. ഹരിയാനയിലെ റോഹ്തക്കിൽ 2 വിദ്യാർത്ഥി നേതാക്കൾ പുറത്തുവിട്ട വീഡിയോയിൽ പരീക്ഷയ്ക്ക് മുൻപ് നൽകിയ ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറും പൂർണ്ണമായിട്ടും ഒന്നാണെന്ന് ദൃശ്യങ്ങൾ സഹിതം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വഴിമുട്ടിയിട്ടും പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതായത് NTA ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ മൗനമെന്ന് അറിയില്ല. മറുവശത്ത് സോഷ്യോളജി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ കടുത്ത അമർഷത്തിലാണ്. പരീക്ഷാ ചോദ്യപേപ്പറിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പരാതികൾ കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ പോലും തെറ്റായിട്ടാണ് ചോദ്യപേപ്പറിൽ അച്ചടിച്ചിരിക്കുന്നത്. പരീക്ഷയിൽ 50% ചോദ്യങ്ങളും ഭയാനകമായ അക്ഷരത്തെറ്റുകളും വ്യാകരണ പിശകുകളും നിറഞ്ഞതായിരുന്നു. ഇത് വല്ല AI നിർമ്മിത ചോദ്യങ്ങളാണോ എന്ന് പോലും ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിലും കഷ്ടമെന്തെന്നാൽ ആകെ വന്ന 150 ചോദ്യങ്ങളിൽ 67 മുൻ വർഷത്തെ പരീക്ഷയിലേതും സമാനമാണ്. ഓപ്ഷനുകളുടെ ക്രമം പോലും മാറ്റാൻ NTA തയ്യാറായിട്ടില്ല. ഈ ക്രമക്കേടുകളുടെ പിന്നിലെ സത്യം അന്വേഷിച്ചിറങ്ങിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നീണ്ട 2 ആഴ്ചത്തെ കഠിന ശ്രമത്തിനൊടുവിലാണ് ഈ ഞെട്ടിക്കുന്ന നിജസ്ഥിതി രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാകും എന്ന് ഉറപ്പാണ്. രാഹുലിന്റെ ഈ വാക്കുകൾ രാജ്യത്തിന്റെ യുവാക്കൾ ഒരേ മനസ്സോടെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഡൽഹിയുടെ തെരുവുകളിൽ വീണ്ടും ഒരു വലിയ പ്രതിഷേധത്തിന്റെ കാഹളം മുഴങ്ങി തുടങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ കഠിനാധ്വാനത്തെ പണം കൊടുത്ത് തട്ടിമറിക്കുന്ന ഈ മാഫിയക്കെതിരെ യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്.